കപ്പ വേവിച്ചു. കഞ്ഞിടണം. ഭയങ്കര പൊടിയാണ്. ഞാൻ പിടിച്ചൊരു മിറ്റം തോർത്തു. ടമ്മോ രക്ഷയില്ലാത്ത പൊടി. നാരായണി ശ്യാമമ്മ അടുത്ത് പോയി അലക്കുന്നിടത്ത് തുണിയെടുക്കാൻ. ഷാമ്പു വേണിയിട്ടില്ല. അന്തരീക്ഷം ഇത്ര നല്ല സുഖമില്ല. മൊത്തം പൊടിയാണ്. മുടിയോട് പൊടി. എന്നാ താമസേ എന്നാ അരി തുണി ഇറക്കി തന്നില്ലേ? നിനക്കോ? ഞാൻ പറഞ്ഞെന്നറിയോ, പച്ച ബക്കറ്റിനകത്തോളാം. അയ്യോ നിന്റെ അല്ല, ഇതേ ഇപ്പൊ വന്നതേ ഉള്ളൂ. നാരായണ കപ്പ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ എടുത്തോളാം. ഞാൻ പറഞ്ഞ എന്നാന്നറിയോ ഉമ്മയൊക്കെ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. പോണീറ്റോ കേട്ടോ. ഞാൻ അവിടെ വരുമ്പോ എനിക്ക് മറ്റേ സാധനം കൊണ്ട് തന്നേക്കണം കയ്യില് കേട്ടല്ലോ. ആ എൻ്റെ കൂടെ വന്നാൽ മതി നാരായണി ഞാൻ പറഞ്ഞു. പക്ഷെ നാരായണി കേട്ടില്ല. നാരായണി പോയി. അത്രേ ഉള്ളു കാര്യം. ഇനി അതിൻ്റെ പേരിൽ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട കേട്ടോ. കരയേം വേണ്ട. പൊക്കോ. ആ ഊഞ്ഞാലെ പോയിരുന്ന വെയിലും ഉള്ളു. ഓ ഡ്രസ്സിൻ്റെ കോലം. പോകണ്ടേ? ആ പോകണം. അതൊക്കെ എന്നെ ഓർത്തണ്ടേ ഈ തള്ളമാരി എന്നെ ഇറങ്ങാൻ വരുന്നത്. ഇത് വെള്ളം അടിയിലോട്ട് ഇത് ചെല്ലണ്ടേ? ഇന്ന് അവിടെ എണ്ണയുടെ കുപ്പി ഉണ്ടല്ലോ, അതെടുത്ത് തന്നാലും പോരായിരുന്നോ? ഏത് എണ്ണയുടെ? ഒരു കുപ്പിയായിട്ടോ? രണ്ടു കുപ്പിയൊക്കെ മൂന്നെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, കൊടുത്തോട്. ഇത് വെള്ളമായി ഇരുന്നല്ല അഴുക്കാന്ന്. അഴുക്കാന്നോ? കൂടുവല്ലോ എടുത്തോ മോള്. ഈ കുപ്പിയൊക്കെ വെക്കുമ്പോഴേ ഒരു കൂടിനകത്ത് വെച്ചിട്ടുണ്ട്, ബാഗിനകത്ത് വെക്കാം കേട്ടോ. കേട്ടോ ഇത്രയും പ്രായമായില്ലേ? എന്തിന് 63 വയസ്സുള്ള അമ്മേനെ അത്രയും പ്രായം എന്തായിരുന്നു? 63? അത് മറ്റേ ഇവരോട് പറയുന്നല്ലേ, ബാക്കി ആരോട് പറയും? 63 ഉള്ളൂ. അമ്മ മുണ്ടക്കത്തില്ല, വയനാട് പോകുമ്പോഴേക്കും തിരിച്ചു കൊടുക്കും. അമ്മ എടുത്ത് പോകുന്നില്ലല്ലോ, ബാഗ് എടുത്ത് പൂക്കും. അതുകൊണ്ടാ ശ്യാമളക്കാന്നും പറഞ്ഞ് മേടിക്കും, എന്നിട്ട് ഇതേ ഉപയോഗിക്കും. 2 ജോഡി ഡ്രസ് കൊള്ളുമല്ലോ അതിനകത്ത്. അത് പോരാ, അത് മതി. ഇത് സാരി ഒന്നും കൂടെ കൊണ്ടുവന്നുള്ളൂ. എന്നും കറക്കുവാ ശ്യാമള. കറങ്ങാനല്ലേ, നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ലേ. എല്ലാ കാര്യത്തിനും പോകേണ്ടതിന് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല, വെള്ളം കൊടുക്കണോ? അടിച്ചാൽ പോയി വെള്ളം കൊടുക്കണോ? ഓ വേണ്ടതേ. തോക്ക് തോക്ക് ഇല്ല അങ്ങനെ മാത്രമൊന്നും ചോദിച്ചു നോക്ക്. എന്നോട്ടാണ് ചോദിക്കുന്നത്. ആ ഇതിൻ്റെ അമ്മ അല്ലത്, വന്നില്ല. വേറെ ഉടപ്പോ അവിടെ പാത്രമൊന്നുമില്ല. ഒരു ജയോ ഉണ്ടാക്കാൻ പോയി. ആരാ വന്നോ? പിന്നെ
നീ നാരായണി ആശുപത്രി കൊണ്ടുപോകാൻ പോകുന്ന അവളെ കണ്ടു കിട്ടിയില്ലേ? അവള് മുങ്ങിയാണോ? എന്നാ അരിപ്പ തരാം. അരിപ്പ നീ തന്നെ നാരായണ കൊച്ചുണ്ടല്ലോ. ശ്യാമളമ്മയുടെ നാരായണി കൊച്ചോ? റിമോട്ടിങ്ങനെ റിമോട്ടിങ്ങതാ അമ്മ ആലോചിച്ച് നമുക്ക് പോവാം. പാസ്വേഡ് അടിക്കട്ടെ. ഡീ ചുമ്മാ അടുത്ത് കാണാതെ ഇപ്പൊ മനസ്സിലായി. അപ്പൊ നിന്റെ ശല്യം കൂടെ ഓഫ് ചെയ്ത് വെച്ചത്. അമ്പലത്തിന്റെ ഗോപുരല്ലേ പച്ച കളറ്? അയ്യോ ലൈറ്റാ. ആ ഗോപുരത്തിലല്ലേ ഇത് വരുന്നു. അല്ല ഇത് കൊടി കയറി ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ കൊടിയൊന്നും 7 മണിക്കാ കൊടി കയറിയത്. ഇപ്പൊ സമയനായി. ഏടായില്ലടി. അപ്പനെ കൊണ്ടുപോവാ. അപ്പനെ കൊണ്ടുപോവാ. ഇപ്പൊ ഒന്നും കാത്തില്ല, കൊറേ കഴിയും. അപ്പനെ കൊണ്ടുപോവാ. ആരെ കാണാം ഇപ്പൊ പറയെടുപ്പൊക്കെ അപ്പൻ കൊണ്ടുപോവാ. ഒന്നൊന്നല്ല. പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോവാ. കാണത്തില്ല, തലയുടെ പകുതി മുക്കാല് കാണുന്നുള്ളൂ. ആ നിങ്ങളുടെ കുറവ് കൂടെ ഉള്ളായിരുന്നു. അതേ മോളെ മോളുറങ്ങിയോ? ഉറങ്ങിയോ? എല്ലാരും പറയുന്നുണ്ടായിരിക്കാം. പ്രായം ഒന്നവരെ തോന്നുന്നല്ലോ. നിങ്ങൾക്കെല്ലാം പ്രായം ചെന്നാൽ എല്ലാവരും കുഞ്ഞു പിള്ളേരായിക്കൊണ്ടിരിക്കുക. ചുരിദാറൊക്കെ ഇട്ട് നിങ്ങളും നാളെ പോയി ചുരിദാർ ഇടും. ഞാൻ നാളെ ചുരിദാർ ഇടണേ. ഞാനേ ചുരിദാറല്ല, ഞാന് ജീൻസ് ഒരു ബനിയനും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എല്ലാവരും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. വെറൈറ്റി ആയിക്കോളും. ജീൻസൊക്കെ എടുത്തു, ജീൻസ് എടുത്തു, ബനിയനും എടുത്തു. വേണം കാണിക്കാം. ഇപ്പം വേണം ഇപ്പൊ എല്ലാരെയും ഞാൻ എത്തിക്കും. എന്നാലും മോളമ്മേ കറിയ ചപ്പാത്തിക്ക് അവിടെ